Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആപ്പിൾ ഫ്രിറ്റേഴ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആപ്പിൾ ഫ്രിറ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയ ആപ്പിൾസ് എടുത്തിട്ടുണ്ട്. വലിയ ആപ്പിളാണ് കയ്യിലുള്ളതെങ്കിൽ 2 എടുത്താൽ മതിയാകും. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ സീഡ് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ കളഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് കനം കുറച്ച് അരിഞ്ഞെടുക്കരുത്, നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ആപ്പിൾസും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ നടുവിലുള്ള കുരു ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോസിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ ഡോണറ്റിൻ്റെ ഷേപ്പിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ കളറങ്ങ് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു വലിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു വയർ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ നല്ലപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയുള്ള ബാറ്ററോ അല്ലെങ്കിൽ ഒരുപാട് കട്ടി കുറഞ്ഞ ബാറ്ററോ ആവാൻ പാടില്ല. നമ്മൾ സാധാരണ മാവ് മുക്കി പൊരിക്കില്ല, ആ ഒരു പരുവത്തിന് നമുക്ക് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ ആപ്പിളിൻ്റെ സ്ലൈസസും ഇതുപോലെ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണ വിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഏകദേശം 2 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. പുറം ഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ലൈസസും ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണിത്. ആപ്പിൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ബാറ്ററിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബാറ്ററിലൊട്ടും പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ആപ്പിൾ ഫ്രിറ്റേഴ്സ് ഷുഗറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. പട്ട പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആപ്പിൾ ഫ്രിറ്റേഴ്സ് ഓരോന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇനി മധുരമൊന്നും വേണമെന്നില്ലാത്തവർക്ക് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും. ആപ്പിളിൻ്റെ മധുരം ഉണ്ടെങ്കിൽ ആ ഒരു മധുരം തന്നെ മതിയാകും. എങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.